നമസ്കാരം. മഹാസൂര്യഗ്രഹണമാണ് സംഭവിക്കാൻ പോകുന്നത്. ഏപ്രിൽ 8-നാണ് സൂര്യഗ്രഹണം. എന്നാൽ ഈ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില നക്ഷത്രക്കാരായ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അത് ചില സൗഭാഗ്യങ്ങൾ തേടി എത്തുന്നതിന് സഹായകരമായി തീരും. ഈ വ്യക്തികളുടെ കടബാധ്യതകൾ ഒഴിവാക്കുവാനും ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത വളരെ കൂടുതലുള്ള നക്ഷത്രക്കാരാണ് ഇവർ. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ഒരു സൗഭാഗ്യം ഗ്രഹണവുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഗ്രഹണവുമായി ബന്ധപ്പെട്ട സമയം ചില സവിശേഷതകൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നു എന്ന് തന്നെ നിസ്സംശയം പറയാം. കാരണം ഇവരുടെ ജീവിതത്തിൽ സൽഫലങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് ഇത്. കൂടാതെ ശ്രേയസ്, കൂടാതെ പിന്തുണ, ഇത്തരം കാര്യങ്ങൾ വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് എന്ന് പറയാം. കുടുംബസൗഖ്യവും വർദ്ധിക്കും. എന്നാൽ ഇവരുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇവരുടെ ജീവിതത്തിൽ കടബാധ്യതകളുണ്ട് എങ്കിൽ അത്തരം കടബാധ്യതകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. ധനപരമായി വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം കൂടിയാണ് ഇത് എന്ന കാര്യവും ഇവർ സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരം നിങ്ങൾക്ക് കൈവരും എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ഈ സമയം പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന അഥവാ ഗുണകരമായ കാര്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. പ്രതീക്ഷിച്ച രീതിയിലുള്ള പല നേട്ടങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയം. ധനപരമായ ഉയർച്ച പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതായ സമയം. എന്നാൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായി വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ധനപരമായ ഉയർച്ച പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഈ സമയം അല്പം ശ്രമിക്കുകയാണ് എങ്കിൽ കടബാധ്യതകൾ പോലും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പലവിധ ചിന്തകൾ മനസ്സിലേക്ക് വരാം. അത്തരം ചിന്തകൾ, ദുർബോധനകൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. കടബാധ്യതകൾ ഒഴിവാക്കുവാനും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനും ഈ സമയം പല രീതിയിലുള്ള വിഷമങ്ങൾ അകറ്റുവാനും സാധിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. മംഗളകരമായ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം കൂടിയാണ് ഇത്. തീർച്ചയായും ഈ സമയം ശരിയായ രീതിയിൽ അറിഞ്ഞ് പ്രവർത്തിക്കുക. പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് കാര്യസിദ്ധി വന്നു ചേരുന്ന സമയമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയം. തടസ്സങ്ങളെ ഒഴിവാക്കി മുന്നേറുവാൻ സാധിക്കുന്നതായ സമയം. സ്ഥാനലബ്ധി, പുതിയ ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാവുന്ന സമയം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയും ഈ സമയത്തിനുണ്ട്. അതിനാൽ തന്നെ ഈ സമയം ധനപരമായി വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരാം. ആരോഗ്യപരമായ നിങ്ങളുടെ നില മെച്ചപ്പെടും എന്ന കാര്യവും ഓർക്കുക. കടബാധ്യതകൾ ഉണ്ട് എങ്കിൽ അത്തരം കടബാധ്യതകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരം എന്ന പ്രത്യേകതയുമുണ്ട്. അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഈ സമയം പുരോഗതി നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർ പലവിധ പ്രയാസങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന നക്ഷത്രമാണ് എന്ന് തന്നെ പറയാം. ശത്രുക്കളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ഇവരുടെ ജീവിതത്തിലേക്ക് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. പ്രതീക്ഷിച്ചതായ സഹായം, ധനം എന്നിവ കൈകളിലേക്ക് വന്നു ചേരുന്ന സമയം. കൂടാതെ ഈ സമയം അനാവശ്യമായ നിർബന്ധ ബുദ്ധി പോലും ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക.
ആലസ്യം നീങ്ങി മനസ്സ് പ്രവർത്തന സജ്ജമാകുന്ന സമയം. അതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിൽ ഉയർച്ചകൾ വന്നു ചേരാം. കടബാധ്യതകളുണ്ട് എങ്കിൽ അത്തരം കടബാധ്യതകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങൾ ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മതയോടെ പ്രവർത്തിക്കുക. പെട്ടെന്ന് തന്നെ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഗ്രഹണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ കടന്നു വരും. ധനപരമായും കടബാധ്യതകൾ ഒഴിവാക്കുവാനും സാധിക്കുന്നതായ സാഹചര്യങ്ങൾ സംജാതമാകും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരായ വ്യക്തികൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യം, സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരാണ് ഇവർ. സർക്കാരിൽ നിന്നും ധനസഹായങ്ങൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മാനസികമായി വളരെയധികം കരുത്ത് നേടുന്ന സമയമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. പല പ്രശ്നങ്ങളും അനുരഞ്ജനത്തിൽ എത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ അല്പം ശ്രദ്ധ പുലർത്തണം. എന്നിരുന്നാൽ പോലും ധനപരമായും വ്യാപാരവുമായി ബന്ധപ്പെട്ടും നല്ല രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആസൂത്രണ മികവ് അംഗീകരിക്കപ്പെടുന്ന അവസരങ്ങളാണ് ഇത്. ഉന്നത പദവികൾ പോലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ പിതൃസ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് ആദായം ലഭിച്ചു തുടങ്ങാം. ദുർവാസനകളെ നിയന്ത്രിക്കുക. തീർച്ചയായും കടബാധ്യതകൾ ഒഴിവാക്കി ധനപരമായി വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. വിവാഹ കാര്യത്തിൽ പോലും തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്ന അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്നോർക്കുക. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. മറ്റൊരു നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. അതിനാൽ തന്നെ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ധനപരമായ ഉയർച്ചകൾ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാകുന്നു. പുതിയ കർമ്മരംഗത്ത് പോലും പ്രവേശിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കടബാധ്യതകൾ ഭാഗികമായാണ് എങ്കിൽ പോലും വീട്ടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതാണ്. കൂടാതെ ഈ സമയം മറ്റുള്ളവരെ സഹായിക്കുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ തേടിയെത്തും. കുടുംബ വസ്തുക്കളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. ഈ സമയം നിങ്ങൾക്ക് വ്യവഹാരവുമായി ബന്ധപ്പെട്ട് പോലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അസാധ്യം എന്ന് കരുതിയ കാര്യങ്ങൾ പോലും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും. പലവിധ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം പുതിയ ചുമതലകൾ പോലും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ സമയം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ അവസരമാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ശ്രദ്ധയോടെ പ്രവർത്തിച്ചാൽ വളരെയധികം നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. ധനപരമായ ഉയർച്ച വളരെ വേഗം സിദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. ശനിദേവന്റെ പ്രീതി പോലും ഇവരുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാണ്. അതിനാൽ തന്നെ ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഏവർക്കും ശനിദേവന്റെ കടാക്ഷത്താൽ പോലും ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരം എന്ന് നിസ്സംശയം പറയാം. വളരെ വേഗം ഉയർച്ച നേടുവാൻ സാധിക്കുക തന്നെ ചെയ്യും.